ബാങ്ക് അക്കൗണ്ടിൽ 3 മാസത്തെ ചിലവിനുള്ള പണമുണ്ടോ എങ്കിൽ നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ് എന്ന് കരുതുന്നുണ്ടോ? എന്നാൽ ഒന്ന് ഓർക്കുക, ആ പഴയ കണക്കുകൂട്ടലുകൾ ഇന്നത്തെ ലോകത്ത് പൂർണ്ണമായും തെറ്റാൻ പോവുകയാണ്. ഒരു കാലത്ത് 3 മാസത്തെ ചെലവ് ഒരു സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിച്ചാൽ ഏത് സാമ്പത്തിക പ്രതിസന്ധിയും മറികടക്കാമെന്നതായിരുന്നു പ്രധാന സാമ്പത്തിക ഉപദേശം. എന്നാൽ ഇന്നത്തെ ഉയർന്ന വിലക്കയറ്റവും പെട്ടെന്നുണ്ടാകുന്ന തൊഴിൽ നഷ്ടങ്ങളും മെഡിക്കൽ എമർജൻസികളും നിറഞ്ഞ ലോകത്ത് ഒരു ഒറ്റ എമർജൻസി ഫണ്ട് കൊണ്ട് മാത്രം ഒരു കുടുംബത്തിനും സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ പഴയ സാമ്പത്തിക സുരക്ഷാ മാതൃകകൾ പരാജയപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം വ്യക്തമാണ്. ഒന്നാമതായി, ഇന്നത്തെ ശരാശരി കുടുംബങ്ങളുടെ മാസച്ചെലവിൽ വലിയൊരു പങ്ക് പോകുന്നതും EMI, വാടക, സ്കൂൾ ഫീസ് എന്നിവയിലേക്കാണ്. ഇവയൊന്നും ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒഴിവാക്കാൻ കഴിയില്ല. രണ്ടാമതായി, പെട്ടെന്നുണ്ടാകുന്ന ജോലി നഷ്ടമോ ബിസിനസ്സിലെ തകർച്ചയോ പരിഹരിക്കാൻ മുൻപത്തെ പോലെ 2-3 മാസം കൊണ്ട് സാധിച്ചേക്കില്ല. പുതിയൊരു ജോലി കണ്ടെത്താൻ ഇന്ന് മാസങ്ങൾ എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് ഒരു അക്കൗണ്ടിൽ മാത്രം പണം ഇട്ടുവെക്കുന്ന രീതി നിങ്ങളുടെ കുടുംബത്തെ വലിയൊരു സാമ്പത്തിക അപകടത്തിലേക്ക് തള്ളിവിട്ടേക്കാം. ഇവിടെയാണ് സാമ്പത്തിക വിദഗ്ധർ നിർദ്ദേശിക്കുന്ന പുതിയ 3 ലെയർ എമർജൻസി സിസ്റ്റം പ്രസക്തമാകുന്നത്. എല്ലാ പണവും ഒരിടത്ത് വെക്കുന്നതിന് പകരം അതിനെ 3 വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി തരംതിരിക്കണം. ആദ്യത്തേത് ഇൻസ്റ്റന്റ് അവൈലബിലിറ്റിക്കുള്ള ഫണ്ടാണ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. രാത്രിയിലെ പെട്ടെന്നുള്ള മെഡിക്കൽ ആവശ്യങ്ങൾ, ആശുപത്രി അഡ്മിഷൻ, ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള യാത്രകൾ എന്നിവയ്ക്കാണ് ഈ ഫണ്ട്. ഇത് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലോ UPI അക്കൗണ്ടുമായോ ലിങ്ക് ചെയ്ത് സൂക്ഷിക്കാം. ഇവിടുത്തെ പ്രധാന ലക്ഷ്യം ലാഭമല്ല, മറിച്ച് എപ്പോൾ വേണമെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ പണം കയ്യിൽ കിട്ടുക എന്നതാണ്. രണ്ടാമത്തെ ഘട്ടം ഷോർട്ട് ടേം ലിക്വിഡിറ്റിയാണ്. ഏതാനും മാസങ്ങളോളം നീണ്ടു നിന്നേക്കാവുന്ന പ്രതിസന്ധികളെ നേരിടാനാണിത്. ഉദാഹരണത്തിന് പെട്ടെന്നുള്ള ജോലി നഷ്ടം, വേതനം വെട്ടിക്കുറയ്ക്കൽ അല്ലെങ്കിൽ വലിയ തുകയുടെ ഗൃഹ അറ്റകുറ്റപ്പണികൾ. ഈ തുക കൊണ്ട് നിങ്ങളുടെ പ്രതിമാസ EMIകൾ, കുടുംബത്തിന്റെ നിത്യച്ചെലവുകൾ എന്നിവ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇത് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളിലോ ഷോർട്ട് ടേം ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലോ നിക്ഷേപിക്കാം. ആവശ്യാനുസരണം 1-2 ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ ഇത് സഹായിക്കും. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടം ദീർഘകാല സുരക്ഷാ ബഫറാണ്. നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക മാന്ദ്യം, കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളോളം നീളുന്ന ബിസിനസ് മന്ദഗതി എന്നിവ നേരിടാനാണിത്. കുറഞ്ഞത് 6 മുതൽ 12 മാസം വരെയുള്ള അടിസ്ഥാന ചിലവുകൾക്കായിരിക്കണം ഈ ലെയർ. ഇത് അല്പം ഉയർന്ന പലിശ ലഭിക്കുന്ന, അതേസമയം സുരക്ഷിതമായിട്ടുള്ള അൾട്രാ ഷോർട്ട് ടേം ഡെപ്റ്റ് ഫണ്ടുകളിലോ ഡിജിറ്റൽ സ്വർണത്തിലോ ഹ്രസ്വകാല FDകളിലോ സൂക്ഷിക്കാം. നിങ്ങളുടെ എമർജൻസി ഫണ്ടിന്റെ വലുപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലിയെയും കുടുംബ സാഹചര്യത്തെയും ആശ്രയിച്ചിരിക്കും. നിങ്ങൾ സ്ഥിരവരുമാനമുള്ള ശമ്പളക്കാരനാണെങ്കിൽ 6 മാസ ചിലവുകൾ മതിയാകും. എന്നാൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളോ ഫ്രീലാൻസറോ കുടുംബത്തിന്റെ ഏക വരുമാനദായകനോ ആണെങ്കിൽ 9 മുതൽ 12 മാസത്തെ നിർബന്ധിത ചിലവുകൾ എമർജൻസി ഫണ്ടായി കരുതുന്നതാണ് സുരക്ഷിതം. ഒരു കാര്യം ഓർക്കുക, എമർജൻസി ഫണ്ട് എന്നത് പണം ഇരട്ടിപ്പിക്കാനുള്ള വഴിയല്ല, മറിച്ച് അടിയന്തര ഘട്ടങ്ങളിൽ നിങ്ങളുടെ ദീർഘകാല നിക്ഷേപങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തെയും തകരാതെ കാക്കുന്ന ഒരു വലിയ പ്രതിരോധ കവചമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ പ്രതിമാസ ചെലവുകൾ കണക്ക് കൂട്ടി നോക്കുക. ഒരു ഒറ്റ അക്കൗണ്ടിൽ പണം ഇടുന്നതിന് പകരം ഈ 3 ലെയർ സിസ്റ്റത്തിലേക്ക് മാറി നിങ്ങളുടെ കുടുംബത്തിന് പൂർണ്ണ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക.